പ്രൈസ് ദ ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ യുദ്ധങ്ങളും ഇതിലുണ്ടാകുന്ന നാശനഷ്ടങ്ങളും മരണങ്ങളും മനുഷ്യൻ്റെ ഓരോ പ്രതിസന്ധികളും നമുക്ക് ബൈബിളിലൂടെ മനസ്സിലാക്കാം. ഇത് എന്തിൻ്റെ തെളിവാണ്? ഇത് അന്ത്യകാല ലക്ഷണങ്ങളെന്ന് കർത്താവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. മാത്യു 24:6-7 നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അന്ത്യകാലത്തിലെ ലക്ഷണങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ടത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, എന്നാൽ ചഞ്ചലപ്പെടാതിരിക്കുകയും സൂക്ഷിച്ചു കൊള്ളുവാനും പ്രത്യേകമായിട്ട് ദൈവം എടുത്ത് പറയുന്നുണ്ടതിൽ. ഇത് പറയുന്നത് ഞാനല്ല, വേറെ ഒരു നേതാവുമല്ല. മുഴുവനാലും നടക്കാൻ പോകുന്ന സംഭവങ്ങളെ പറ്റി പ്രവചിക്കാനുള്ള കഴിവ് ഒരു വ്യക്തിക്കുമില്ല, ഒരു നേതാവിനുമില്ല, ഒരു മഹാനുമില്ല. എന്നാൽ അതിന് യോഗ്യൻ നസ്രയനായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. കർത്താവായ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് മൊത്തവും വായിച്ചു നോക്കുകയാണെങ്കിൽ ഈ ലോകം എന്താണ്, എന്ത് സംഭവിക്കാൻ പോകുന്നു, എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും വരാൻ പോകുന്ന ലോകം എന്താണെന്നുള്ളതെല്ലാം വളരെ ക്ലിയറായിട്ട് നമുക്ക് ദൈവവചനത്തിൽ പ്രവചനത്തിലൂടെ നമുക്ക് വായിക്കുവാനും അറിയുവാനും സാധിക്കും. യുദ്ധം നടക്കുമെന്നും അവിടെയും ഇവിടെയും ബോംബുകൾ വർഷിക്കുന്നതും ഓരോ സംഭവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാലും കണ്ണീരും നിലവിളിയും വേദനയും പ്രശ്നങ്ങളും സമാധാനമില്ലായ്മയും ഭയവും, മനുഷ്യർക്ക് ഉറക്കമില്ല, ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അതിനുവേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നടക്കുന്ന ആ യുദ്ധ സ്ഥലത്ത് ഉള്ള കോലാഹലങ്ങൾ, മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകൾ, അതിനാൽ ഉണ്ടാകുന്ന മരണങ്ങൾ, നാശനഷ്ടങ്ങൾ, അതേപ്പറ്റിയുള്ള ശ്രുതികൾ മാത്രമാണെന്ന് നമ്മൾ കേൾക്കുന്നത്. അതാണ് ഇന്നത്തെ വാർത്ത, അതാണ് ഇന്നത്തെ ലോകം. എന്നാൽ കർത്താവായ ദൈവം പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ചഞ്ചലപ്പെടുമെന്ന് ദൈവത്തിന് അറിയാം. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം അത് കണ്ട് ചഞ്ചലപ്പെടും, ഭയപ്പെടും. കർത്താവ് തിരുവെഴുത്തിലൂടെ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ചഞ്ചലപ്പെടരുതെന്നാണ് കർത്താവ് പറയുന്നത്. സൂക്ഷിച്ചു കൊള്ളുക, അത് സംഭവിക്കേണ്ടത് തന്നെയാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത് തീർച്ചയായും സംഭവിക്കും. എന്തെന്നാൽ തിരുവെഴുത്ത് നിറവേറണമെങ്കിൽ, ദൈവവചനം സത്യമെന്ന് ലോകം അറിയണമെങ്കിൽ ദൈവം പ്രവചിച്ചിരിക്കുന്നതും എഴുതി വച്ചിരിക്കുന്നതുമായ തിരുവെഴുത്ത് നിറവേറണം. അതാത് സമയത്ത്, തക്ക സമയത്ത്, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, കർത്താവിൻ്റെ പദ്ധതി പ്രകാരം, അതാത് കാലഘട്ടങ്ങളിൽ ഇതെല്ലാം ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നിറവേറിക്കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം സത്യവാനാണ്, അവൻ ശക്തനാണ്, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാണ്. സകല ജനങ്ങൾക്കും സകല ജാതികൾക്കും അവൻ പിതാവാണെന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചനത്തിലൂടെ തന്നെ സകല കാര്യങ്ങളും വെളിപ്പെടുത്തുക മാത്രമല്ല, അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോരോ വെളിപ്പെടുത്തലുകൾ, പ്രവചനങ്ങളും എന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ലോകക്കാർ പറയുന്നത് ലോക അവസാനമായി എന്നാണ്. അങ്ങനെ അവസാനമല്ല എന്നാണ് ദൈവം പറയുന്നത്. ഇത് വെറും ഒരു ഈറ്റുനോവിൻ്റെ ആരംഭം, ഇത് ആരംഭം മാത്രമാണെന്നാണ് പറയുന്നത്. ആരംഭം തന്നെ ഇത്ര ഭയാനകമാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങൾ, ഇനി വരാനും സംഭവിക്കാനും ഇരിക്കുന്ന കാര്യങ്ങൾ എത്ര ഭയാനകമാണെന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ ഓർക്കുക. ഈ സമയങ്ങളിലാണ് കർത്താവായ ദൈവത്തിനോട് നിലവിളിക്കേണ്ടത്, കർത്താവായ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരേണ്ടത്, ദൈവത്തിനെ മഹത്വപ്പെടുത്തേണ്ടത്, നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്, നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ്, ജീവനെല്ലാം ദൈവത്തിന് സമർപ്പിക്കേണ്ടത്. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെ ജീവനിൽ അവന് മാത്രമേ അധികാരമുള്ളൂ. അവനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവർ ആര് തന്നെയായാലും അനുഗ്രഹിക്കപ്പെടും, അവർക്ക് മരണമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇനിയും സംഭവിക്കേണ്ടത്, നിവൃത്തിയാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് അവസാനമല്ല എന്നാണ് ദൈവം പറയുന്നത്, തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്യു 24:7 പറയുന്നു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും,
അതാണല്ലോ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജാതിയോടാണ് എതിർക്കുന്നത്, സ്വന്തം രാജ്യം സ്വന്തം രാജ്യക്കാരോടാണ് എതിർത്ത് നിൽക്കുന്നത്. നമ്മുടെ കണ്ണുകളിൽ കാണുന്നതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നത് മാത്രമല്ല, കേൾക്കുന്നത് മാത്രമല്ല, ദൈവം തന്നിരിക്കുന്ന ഈ കണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നിവൃത്തിയാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിനെ മഹത്വപ്പെടുത്താം. ഇതെല്ലാം കഴിഞ്ഞാലും ഇതോടെ തീരുന്നില്ല. ഇനി അനുഭവങ്ങൾ എന്താണ്? ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ യുദ്ധങ്ങൾ അവസാനിച്ച് കഴിയുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള ക്ഷാമമുണ്ടാകും. ആഹാരം കിട്ടത്തില്ല. വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുകളിലൂടെ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ മനുഷ്യൻ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഭൂകമ്പം ഉണ്ടാകും. എല്ലായിടവും ഭൂകമ്പം ഉണ്ടാകുമെന്ന് പറയുന്നില്ല, അവിടെ ഭൂകമ്പം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അവിടെ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഇപ്പം നമുക്കറിയാം, ഇസ്രയേൽ ജനങ്ങളും ഈജിപ്തിലും താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഫറവോന് 10 ബാധ അയക്കുന്നതായിട്ടുള്ള സമയത്ത് ഇസ്രയേൽ ജനങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വെളിച്ചവും ഈജിപ്തിൽ ഇരുട്ടുമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കും. അതേപോലെയാണ് നമ്മൾ അന്ത്യകാലത്താണ് ജീവിക്കുന്നതെങ്കിൽ, ദൈവത്തിനോട് പറ്റിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതവും അതിശയവുമാക്കി നമ്മളെ മാറ്റും. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പട്ടണത്തെ അനുഗ്രഹിക്കപ്പെടും, പട്ടണത്തിന് ദൈവം സംരക്ഷിക്കും, അവിടെ വെളിച്ചമുണ്ടാകും, അവിടെ സമാധാനമുണ്ടാകും. അതുകൊണ്ട് ഭൂകമ്പം എന്ന് പറയുന്നത് എല്ലായിടവും വരുമെന്നല്ല ദൈവത്തിൻ്റെ വചനം അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് മാത്യു 24:7-8 പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്വന്തം ജാതിയാണ് ഇവരെല്ലാം, സ്വന്തം ജാതിയാണ്. അതേ ജാതിയോട് സ്വന്തം രാജ്യക്കാർ അതേ രാജ്യത്തോട് എതിർത്ത് പോരാടുന്നു. അതാണിന്ന് കാണുന്നത്. സകലതും നശിച്ചതിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് വളരെ ക്ലിയറായിട്ട് തന്നെ തിരുവെഴുത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതിഭയങ്കരമായിട്ടുള്ള ക്ഷാമമാണ്. നമുക്ക് ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഭൂകമ്പം ഉണ്ടാകുമെന്നറിയാം. എല്ലായിടത്തും ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാകും. നമ്മൾ പ്രാർത്ഥനയോടായിരിക്കണം. വെളിപ്പാട് പുസ്തകം 6:4 പറയുന്നു, അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്നും സമാധാനത്തെ എടുത്തു കളയേണ്ടതിന് അവന് അധികാരം ലഭിച്ചു. അവൻ്റെ കയ്യിൽ വലിയൊരു വാളും അവന് കിട്ടി എന്നാണ് പറയുന്നത്. അതായത് ഭൂമിയിലെ സമാധാനത്തിനെ എടുത്തു കളയുവാൻ തക്കവണ്ണമുള്ള ദൂതനെയാണ് അയച്ചിരിക്കുന്നതെന്ന് വെളിപ്പാട് 6:4 പറയുന്നത്. ലോകത്തിലെവിടെയും സമാധാനം എന്നുള്ളത് ഇനിയില്ല. കർത്താവായ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ സമാധാനം, അവരായിരിക്കുന്ന സ്ഥലത്ത് സമാധാനം, അവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവം അവരെ കരുതും, അവരെ സംരക്ഷിക്കും, അവരെ സൂക്ഷിക്കും. യഥാർത്ഥ ദൈവം സത്യദൈവത്തിങ്കിലേക്ക് തിരിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നല്ല ദിനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. പഴയ നിയമ പുസ്തകത്തിനകത്തും ഇതിനെപ്പറ്റി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 15:5 അക്കാലത്ത് പോക്കുവരവിന് സമാധാനമില്ലാതവണ്ണം ദേശനിവാസികൾക്കൊക്കെയും മഹാകലാപങ്ങൾ ഭവിച്ചു എന്നാണ് പറയുന്നത്. അതായത് നമുക്കിപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ കാലത്ത്? അതിനകത്ത് 2 ദിനവൃത്താന്തം 15:5 പറഞ്ഞിരിക്കുന്നതാണ്. മനുഷ്യന് സമാധാനമില്ല, പോക്കുവരത്തുകളില്ല, ശരിയായിട്ടുള്ള പോക്കുവരത്തില്ല, സമാധാനത്തോട് പോകുവാനും സഞ്ചരിക്കുവാനും യാത്ര ചെയ്യുവാനും സാധിക്കുന്നില്ല. ദേശനിവാസികൾക്കെല്ലാം ഒരു മഹാകലാപമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പഴയ നിയമത്തിനകത്തും നമുക്ക് അറിയാൻ പറ്റുന്നു. അവിടെയും വചനം ഇങ്ങനെയാണ് പറയുന്നത്. അവിടെയും എന്താണ് പറയുന്നത്? പ്രോഫസിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അവരെ സകലവിധ കഷ്ടങ്ങളാലും പീഡിപ്പിച്ചതുകൊണ്ട് ജാതിയെയും പട്ടണത്തെയും തകർത്തു കളഞ്ഞു എന്നാണ് 15:6 സെക്കൻഡ് ക്രോണിക്കൽ. 15:7 പറയുന്നത്, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. അതായത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും നന്മ ചെയ്യുന്നവർക്കും രക്ഷിക്കപ്പെട്ടവർക്കും ദൈവവചനപ്രകാരം ജീവിക്കുന്നവർക്കും ദൈവത്തിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ കൈക്കീഴിൽ
അടങ്ങിയിരിക്കുന്നവർക്കും എന്തുണ്ടാകും? തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ടാകും. എന്ത് ലോകത്തിൽ സംഭവിച്ചാലും അതിനെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത്, ധൈര്യമായിരിക്കണമെന്നാണ് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ തളർന്നു പോകരുത്. തളരാത്ത ഒരു ദൈവം നിങ്ങളുടെ കൂടുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടിട്ട് ചഞ്ചലപ്പെടരുത്, കലങ്ങിപ്പോകരുത്, തളർന്നു പോകരുത്. എന്നാൽ നിങ്ങളുടെ നല്ല പ്രവൃത്തിക്ക് ഒത്തവണ്ണം പ്രതിഫലം ദൈവം തരുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം കേട്ട് നിങ്ങൾ ധൈര്യം ക്ഷയിച്ചു പോകരുത്. ജെറമ്യാ 51:46 പറയുന്നുണ്ട്. ഭയപ്പെടുകയും അരുതേ എന്നാണ് പറയുന്നത്. അതേപോലെ ഐശ്യ ചാപ്റ്റർ 19:2 പറയുന്നു, ഞാൻ മിസ്രൈമ്യരോടും കലഹിപ്പിക്കും. അവർ ഓരോരുത്തൻ താൻ്റെ സഹോദരനോടും ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോടും പട്ടണത്തോടും രാജ്യത്തോടും യുദ്ധം ചെയ്യുമെന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അക്കാലങ്ങളിലെ വെളിയെ പോകുന്നവർക്കൊക്കെ, വെളിയിലിരിക്കുന്നവർക്കും അകത്തിരിക്കുന്നവർക്ക് പോലും സമാധാനമില്ലെന്നാണ് പറയുന്നത്. അതായത് ആ കാലമാണ് അന്ന് ദൈവം പ്രവചിച്ച പ്രവചനമാണ് ഇന്ന് ദേശത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. സർവശക്തനായ ദൈവം ഈ വചനങ്ങളിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാത്യു 24 ചാപ്റ്റർ അന്ത്യകാലങ്ങളെ പറ്റി ക്ലിയറായിട്ട് പറയുന്നുണ്ട്. മാർക്ക് 13, ലൂക്കോസ് 21 ഈ ചാപ്റ്ററുകളെല്ലാം എടുത്ത് വായിക്കുക, പഠിക്കുക. സമാധാനത്തോടെ ജീവിക്കുക, ധൈര്യമായിരിക്കുക. രക്ഷിക്കപ്പെടാത്ത കർത്താവ് യേശുവിനെ ഹൃദയത്തിൽ ചേർത്തുകൊള്ളുക. അവൻ യേശുവല്ലാതെ രക്ഷിപ്പാൻ കഴിവുള്ളവൻ ആരും തന്നെ ഈ ലോകത്തിലില്ല. അവൻ രക്ഷകനായിട്ട് ഈ ലോകത്തിൽ വന്നവൻ ഏക പിതാവ് മാത്രമാണ്, ഏക ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഈ ലോകം ഇരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് വരുവാൻ അധികം സമയമില്ല. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. നമുക്ക് കർത്താവായ ദൈവത്തിന് വേണ്ടി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഹി ഈസ് കമ്മിങ് സൂൺ. ഗോഡ് ബ്ലെസ് യു.